ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു കമ്പനി നല്ലതാണ് കമ്പനിയാണോ, ഇൻവെസ്റ്റ് ചെയ്യാൻ ലോങ് ടേമിലേക്കാണെങ്കിലും ഷോർട്ട് ടേമിലേക്കാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല കമ്പനിയാണോ, ഫണ്ടമെൻ്റലി അവർ നല്ലതാണോ, അവർ ടെക്നിക്കൽ അനാലിസ്റ്റുകൾ ഇപ്പോൾ കമ്പനി വാങ്ങാൻ പറ്റുന്നതാണോ എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന രണ്ട് വെബ്സൈറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ രണ്ട് വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു കമ്പനിയെ സെലക്ട് ചെയ്യാൻ പറ്റും, ഇപ്പോൾ വാങ്ങാൻ പറ്റുന്നതാണുള്ളത്. അതിന് ആദ്യത്തെ ഒരു കമ്പനിയുടെ പേരാണ് fundata.in എന്ന് പറഞ്ഞത്. FUN ഡാറ്റ, അത് സ്പെല്ലിങ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ഫണ്ടാറ്റ എന്നുള്ള ഒരു fundata.in വരും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ ഇവിടെ ഒരു കമ്പനിയുടെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയെക്കുറിച്ച് അറിയണമെങ്കിൽ അവിടെ നിങ്ങൾ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് സെലക്ട് ചെയ്യുക, നമുക്ക് ഏത് കമ്പനിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരും, ഒരു അടുത്ത പേജ് ഓപ്പണായി വരും. നമ്മളിപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് സെലക്ട് ചെയ്തത്. റിലയൻസ് കമ്പനിയെക്കുറിച്ച് നമുക്കുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് അവിടെ ഏറ്റവും ഫസ്റ്റിൽ കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള അതിൻ്റെ പ്രൈസാണ്. രണ്ടാമത് കമ്പനി പേര് റിലയൻസ് ഇൻഡസ്ട്രീസ്. മൂന്നാമത് കാണിക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലാണത്. അതായത് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ഇൻറ്റു ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ പ്രൈസ്, അതാണ് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്. ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ടാണ് നമ്മളൊരു കമ്പനിയുടെ വലിയ കമ്പനിയാണോ ചെറിയ കമ്പനിയാണോ എന്നൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾ കണ്ടില്ലേ, 15 ലക്ഷം കോടി സംതിങ് വരുന്നുണ്ട് അല്ലേ. അതായത് കമ്പനിയുടെ വലുപ്പത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കമ്പനികളുടെ വലുപ്പം മനസ്സിലാക്കാൻ അവയെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് മെയിനായിട്ട്. അതായത് 28,000 കോടിക്ക് മുകളിലാണ് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എങ്കിൽ അത് ഈ കമ്പനികളെ ലാർജ് ക്യാപ്പ് കമ്പനികളെന്നും, 8,500 കോടിക്കും 28,000 കോടിക്കും ഇടയിലാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എങ്കിൽ അതിനെ മിഡ് ക്യാപ്പ് എന്നും, 8,500 കോടിയുടെ താഴെയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എങ്കിൽ അതിനെ സ്മോൾ ക്യാപ്പ് കമ്പനികൾ എന്നും പറയും. അപ്പം നമുക്ക് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് കണ്ടാൽ മനസ്സിലാക്കാം അത് ലാർജ് ക്യാപ്പ് കമ്പനിയാണോ മിഡ് ക്യാപ്പ് ആണോ സ്മോൾ ക്യാപ്പ് ആണോ എന്ന്. ഒരുവിധം ആളുകളെല്ലാം ലാർജ് ക്യാപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടും. കാരണം എന്താ, അതിന് മാർക്കറ്റ് ക്യാപ്പ് ഒരുപാട് മുകളിലാണ്, കുറച്ചും കൂടി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കാം. എന്ന് വെച്ച് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാതില്ല, അതിലും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് അവർ ടെക്നിക്കൽ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് കൂടിയൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ രണ്ടും ഫണ്ടമെൻ്റലും ടെക്നിക്കലും നോക്കിയിട്ടേ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ കണ്ടില്ലേ, ഒരു 6 ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. കമ്പനിയുടെ എഫിഷ്യൻസി, ഫിൻട്രെൻഡ്, സോൾവൻസി, ഗ്രോത്ത്, ക്വാളിറ്റി, പ്രോഫിറ്റബിലിറ്റി എന്നെല്ലാം പറഞ്ഞിട്ട് അല്ലേ. ഇതെല്ലാം കമ്പനി നല്ലതാണോ ചീത്തതാണോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ, ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക്. ഇപ്പോൾ ഇതിൽ 6 ഓപ്ഷനിലും 5 പച്ച കത്തിയിട്ടില്ലേ. ഇത്തരം കമ്പനികൾ ഏകദേശം നല്ല കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 6 കത്തിയാൽ ഇനിയും ബെറ്ററാണ്. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ആദ്യം അവിടെ പോയി കമ്പനിയുടെ പേര് സെർച്ച് ചെയ്തിട്ട് ഇതിലെല്ലാം ഗ്രീൻ കത്തുകയാണെങ്കിൽ നമുക്ക് അതിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മിനിമം 5 എണ്ണമെങ്കിലും ഉള്ള കമ്പനിയിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം അതിൻ്റെ താഴെ നിങ്ങൾ കണ്ടില്ലേ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഈ ഒരു കമ്പനിയുടെ ചാർട്ടാണ് കാണിക്കുന്നത്. ഈ കമ്പനി തുടങ്ങിയ കാലം മുതൽ ഈ ഒരു സമയം വരെയുള്ള ഈ കമ്പനിയുടെ ഗ്രോത്താണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു അപ് ട്രെൻഡ് മുകളിലേക്ക് പ്രൈസ് പോകുന്ന കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. താഴേക്ക് വരുന്ന കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഒരു അപ് ട്രെൻഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആളുകൾ അതിൽ വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് ഇതിന് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യം. ചാർട്ട് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. 2016 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 488 രൂപയും ഇപ്പോൾ ഓൾമോസ്റ്റ് 2,400 രൂപ. അപ്പോൾ ഒരു കമ്പനിയുടെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അതിന് താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കമ്പനിയെ കുറിച്ച് അറിയാൻ വേണ്ടി. 52 വീക്ക്, ഒരു വർഷത്തിൽ ഏറ്റവും ടോപ്പ് പോയത് എപ്പോഴാണ്, ലോ പോയത് എപ്പോഴാണ്, 1 മന്ത് ചേഞ്ച് കമ്പനിയുടെ -5%, 1 ഇയർ ചേഞ്ച് 26%, 5 ഇയർ ചേഞ്ച് 400 സംതിങ് % എന്നെല്ലാം കാണാം അല്ലേ.
അതായത് ഒരു വർഷത്തിൽ 26% ഗ്രോത്ത് ഈ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 26% റിട്ടേൺ തന്നിട്ടുണ്ട്. 5 ഇയറിൽ 400% റിട്ടേൺ തന്ന കമ്പനിയാണ് റിലയൻസ്. ഓക്കെ, ക്വാർട്ടർലി റിസൾട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ. കമ്പനിയുടെ സെയിൽസ്, എക്സ്പെൻസ്, പ്രോഫിറ്റ്, ഓരോ മാസത്തിലെയും സെയിൽസും കാണാം, എക്സ്പെൻസും പ്രോഫിറ്റും കാണാം അല്ലേ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ട് കമ്പനി ഇപ്പോൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണെന്ന് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ. അതിന് താഴെ കമ്പനിയുടെ ഒരുപാട് അനദർ എക്സ്പെൻസസ്, ഇൻകം, വരുമാനം വേറെ, ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് എല്ലാം കഴിച്ചിട്ടുള്ള പ്രോഫിറ്റ് ഓരോ മാസത്തിൽ എത്രയാണ് വന്നത്, ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നെല്ലാം നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു കമ്പനി ഫിനാൻഷ്യലി നല്ല കമ്പനിയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് മനസ്സിലായിക്കൂടെ അല്ലേ. അതിന് താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് കാണാം, കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട്, ഹാഫ് ഇയർലി റിസൾട്ട്, ഇയർലി റിസൾട്ട് എല്ലാം നമുക്ക് അവിടെ കാണാം. ഓക്കെ, ഇതൊന്നും നോക്കാതെ തന്നെ ഈസി ആയിട്ട് ഈ ഒരു ഫസ്റ്റത്തെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഈ ഒരു 6 ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്കൊരു കമ്പനിയെ വിലയിരുത്താൻ പറ്റും. ഇതിൽ 6 പച്ച കത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ്, നല്ല ഫണ്ടമെൻ്റലി ഓക്കെയാണ്. ഇനി ടെക്നിക്കലി കൂടി നമ്മൾ പഠിച്ചിട്ട് അതും കൂടി നോക്കിയിട്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇത്തിരി ലളിതമായിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ ഒരു കമ്പനിയെ നമുക്ക് ഫണ്ടമെൻ്റലി നല്ലതാണോ എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഫണ്ട് ഡാറ്റ എന്നുള്ള ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അധികം ഇതിനെക്കുറിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കമ്പനി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എൻട്രി ചെയ്ത് കൊടുക്കുക. കമ്പനി നിങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്ന കമ്പനി എൻട്രി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കമ്പനിയുടെ ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയെക്കുറിച്ചുള്ള ഏകദേശം എല്ലാ ഐഡിയയും കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഇനി നമ്മളിപ്പോൾ ഈ പേജിൽ കണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു എക്സലിലേക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അവിടെ ഡൗൺലോഡ് എക്സൽ എന്നുള്ള ഓപ്ഷനിൽ കണ്ടില്ലേ, ഡൗൺലോഡ് ടു എക്സൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സലിൽ ഓപ്പൺ ആയിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് മൊത്തം വരും. അപ്പോൾ നമുക്ക് ഇവിടെ പോകാതെ തന്നെ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. എക്സലിൽ ഈ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു ഫയലാക്കിയിട്ട് എക്സലിൽ കീപ്പ് ചെയ്ത് വെക്കാം. ഇനി ആ ഒരു എക്സലിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേജ് ഓപ്പൺ, ഈ ഞാൻ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ എക്സലിൽ കാണാൻ പറ്റും. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ട അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ വേണ്ടവർ മാത്രം ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ എക്സൽ ക്ലോസ് ചെയ്യുക. ഇനി അടുത്തൊരു വെബ്സൈറ്റ് നമുക്ക് പരിചയപ്പെടാം. ആ ഒരു വെബ്സൈറ്റ് Tickertape.in എന്നുള്ളൊരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഇവിടെ അഡ്രസ് ബാറിൽ Tickertape.in എന്ന് അടിച്ചു കൊടുത്തിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടും. ഈ ഒരു വെബ്സൈറ്റിൽ ഇങ്ങനെ കണ്ടില്ല, നിങ്ങൾ ഒരു സെർച്ച് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് കമ്പനിയെക്കുറിച്ചാണോ അറിയേണ്ടത്, കമ്പനിയെക്കുറിച്ചുള്ള പേര് ഇവിടെ, കമ്പനിയുടെ പേര് ഇവിടെ സെർച്ചിൽ കൊടുത്താൽ നമുക്ക് ആ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. മുകളിൽ കണ്ടില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റ് ടൈം ആയതിനെക്കൊണ്ടാണ് മാർക്കറ്റ് ടൈമിലുള്ള ഓരോ കമ്പനിയുടെ ഷെയർസ് അപ്പ് ആണോ ഡൗൺ ആണോ എന്നാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ആ മുകളിൽ കണ്ട ITC എന്നുള്ള കമ്പനി തന്നെ നമുക്കൊന്ന് സെർച്ച് ചെയ്തേക്കാം. ITC ലിമിറ്റഡ് സെർച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അല്ലേ. ഇതൊരു അവിടെ കണ്ടില്ലേ 1 ഡേ ചാർട്ട്, ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും ഹൈ പ്രൈസും ലോ പ്രൈസും ഇപ്പോൾ ഉള്ള കറണ്ട് പ്രൈസൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ. ആ ഒരു ഇന്നത്തെ ദിവസത്തെ ഗ്രാഫാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് മൂവ് ആവുന്നുണ്ടല്ലേ, അതായത് മാർക്കറ്റ് ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഈ വെബ്സൈറ്റിൽ കിട്ടും. കൂടാതെ 1 വീക്ക് ഉണ്ട്, 1 മന്ത്, 1 ഇയർ, 5 ഇയർ, ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അല്ലേ. ഈ കമ്പനിയുടെ ഗ്രാഫ് കാണാൻ നമുക്ക് ഒരു വർഷത്തിലോ മാസത്തിലോ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി പ്ലേസ് ഓർഡർ എന്നുള്ള ഇതിന് താഴെ നിങ്ങൾ കണ്ടില്ലേ ഇൻട്രിൻസിക് വാല്യൂ, അതായത് ഒരു കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ആക്ച്വൽ പ്രൈസ്, അതായത് ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന പ്രൈസിനേക്കാൾ താഴെയാണ് ഇപ്പോൾ 227 എന്നത്. അതായത് ഇനിയും മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ആക്ച്വൽ വാല്യൂ ഈസ് ലെസ് ദാൻ ഇൻട്രിൻസിക് വാല്യൂ, അതായത് ഇവർ പോകാൻ ഉദ്ദേശിക്കുന്ന പ്രൈസിനേക്കാൾ താഴെയാണ് ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കുക, ഇനി മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഇപ്പോൾ നല്ല എൻട്രിക്ക് ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം അല്ലേ. അതിന് താഴെ നിങ്ങൾ കാണാം റിട്ടേൺ ഓൺ FD, അതായത് ബാങ്ക് FDയേക്കാൾ റിട്ടേൺ ഈ ഒരു സ്റ്റോക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതിൻ്റെ താഴെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് അതായത് ഈ കമ്പനി നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതായത് ചില കമ്പനികൾ 6 മാസത്തിൽ കൊടുക്കും, 2 മാസത്തിൽ 3 മാസം കൂടുമ്പോൾ കൊടുക്കുന്ന കമ്പനികളെല്ലാം ഉണ്ട്. അതായത് ഈ ഒരു കമ്പനിക്ക് ഇപ്പോൾ 227 രൂപയുടെ ഷെയർ നമുക്ക് 1000 എണ്ണം വാങ്ങി വെച്ചാൽ ചില കമ്പനികൾ 6 മാസം കൂടുമ്പോൾ 5 രൂപ ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ 1000 ഷെയർ ഉണ്ടെങ്കിൽ 5000 രൂപ നമുക്ക് ബാങ്കിലേക്ക് ഡയറക്റ്റ് വരികയാണ് ചെയ്യാം. അടുത്തത് കണ്ടില്ലേ എൻട്രി പോയിന്റ്, നല്ലൊരു എൻട്രി പോയിന്റ് ആണ് ഇപ്പോൾ എന്നാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, ഇതിന് താഴെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. കൺസ്യൂമർ സ്റ്റാപ്പിൾസ്, ഇതൊരു FMCG കമ്പനിയാണ്. അതിനപ്പുറം കാണാം നമുക്ക് ലാർജ് ക്യാപ്പ് കമ്പനിയാണ്, അതായത് ഒരു വലിയ കമ്പനിയാണെന്നുള്ളത് മനസ്സിലാക്കാം. അതിൻ്റെ അടിയിൽ ഒരുപാട് PE റേഷ്യോ, PB റേഷ്യോ, ഡിവിഡൻഡ് ഈൽഡ്, ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഫോർകാസ്റ്റ് ആൻഡ് റേറ്റിംഗ്സ് നിങ്ങൾ കണ്ടില്ലേ? അനലിസ്റ്റ് സജസ്റ്റഡ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ ദി സ്റ്റോക്ക്. അതായത് 71% അനലിസ്റ്റ് പറയുന്നത് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന സമയമാണെന്നാണ്. ഇതൊരു 90% എബോവ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വാങ്ങണോ വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കാം. 90-95 എബോവ് അനലിസ്റ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ വാങ്ങാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വാങ്ങാം. പ്രോബബിലിറ്റി, ചാൻസ് കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതൊരു കമ്പനിയുടെ പ്രൊഫൈലാണ് കാണിക്കുന്നത്. കമ്പനി എന്തൊക്കെ തരം പ്രൊഡക്റ്റാണ് വിൽക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. കാരണം സിഗരറ്റ്സ് കണ്ടില്ലേ, ITC ആണ് എല്ലാവരും ഇന്ത്യയിൽ സിഗരറ്റ്സ് എല്ലാം സപ്ലൈ ചെയ്യുന്നത്. ആ ഒരു ഡീറ്റെയിൽസാണ് നമുക്ക് കാണാൻ അവിടെ കഴിയുന്നത്. അതുപോലെ തന്നെ പിയേഴ്സ് കണ്ടില്ലേ, അതായത് ഈ കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് ഈ കമ്പനിക്കുള്ളത്, ആ കമ്പനിയുടെ പേരും ആ കമ്പനിയുടെ ഗ്രോത്തും ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാം. അതായത് ഈ ഒരു കമ്പനിക്ക് എഗെയിൻസ്റ്റ് ഇവരുടെ അതേ ബിസിനസ് ഇന്ത്യയിൽ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികളുടെ ഡീറ്റെയിൽസാണ് അവിടെ കാണുന്നത്. അതിനപ്പുറം നമുക്ക് കാണാം ഇവിടെ ഫിനാൻഷ്യൽ ട്രെൻഡ് കണ്ടില്ലേ, കമ്പനിക്ക് ഓരോ വർഷങ്ങളിലും ഉണ്ടായ റവന്യൂ പ്രോഫിറ്റും ആണ് അവിടെ കാണിക്കുന്നത്. 2018, 19, 20, 21 തൗസൻഡ്സ്, ഓൾ വാല്യൂ ഇൻ 1000 crores. മനസ്സിലായില്ല? 1000 കോടിയുടെ കണക്കിലാണ് ഇതെല്ലാം പറയുന്നത്. ഈ ഓരോ 2018 എത്രയാണ്, 20, 21 എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഡാറ്റ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹോൾഡിംഗ് ട്രെൻഡ് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു കമ്പനിയുടെ ഷെയർ പുതുതായിട്ട് ഏതെങ്കിലും പ്രൊമോട്ടേഴ്സ് വാങ്ങിയിട്ടുണ്ടോ, ലാസ്റ്റായിട്ട് ഒരു 6 മന്തിനുള്ളിൽ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ന്യൂസുകളെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന് താഴെ റീസെൻറ്റ് ന്യൂസ് ഉണ്ട്. ഈ ഒരു കമ്പനിയുടെ സംബന്ധിച്ചുള്ള പുതിയ ന്യൂസുകളും കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് റീസെൻറ്റ് ഇവൻറ്റ്സ്, ഈ കമ്പനിയിൽ പുതുതായിട്ട് എന്തെങ്കിലും ഇവൻറ്റ്സ്, പരിപാടികളോ കാര്യങ്ങളോ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്യാഷ് ഡ്യൂഡൻറ്റ്, ഡ്യൂഡൻറ്റ് ഡേറ്റ് 10th June. അതായത് 10 ജൂണിന് മുന്നേ നമ്മുടെ കയ്യിൽ ഈ ഒരു ഷെയർ ഉണ്ടെങ്കിൽ, അതിൻ്റെ താഴെ 5.75 കാണാം അല്ലേ, 1000 ഷെയർ ഉണ്ടെങ്കിൽ നമുക്ക് 5750 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് വരിക ചെയ്യുക. ആ ഒരു 10 ജൂണിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടിക്കർ ടൈപ്പ് വഴി ഈസി ആയിട്ട് മനസ്സിലാക്കാം. അതുപോലെ ഫോർകാസ്റ്റ് ആൻഡ് റേറ്റിംഗിൽ ഒരു 95% എബോവ് അല്ലെങ്കിൽ 100% റേറ്റിംഗ് വരുന്ന കമ്പനികൾ നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ടെക്നിക്കൽ അനാലിസിസ് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു കമ്പനി ഇപ്പോൾ വാങ്ങണോ വാങ്ങണ്ടേ, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ ടാർഗറ്റ് വെക്കണം എന്നെല്ലാം പഠിക്കാം. ഓക്കെ.